ഹാഫ് വണ്ടി നിർത്തുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മളൊരു 4 ലിറ്റർ ഉള്ളിടത്ത് ഒരു 2 തുള്ളി ഒഴിക്കണം. അതുകൊണ്ട് നല്ലപോലെ മിസ്സാക്കിയതിന് ശേഷം നമ്മുടെ വീടൊക്കെ വൃത്തിയാക്കി തുടച്ചു കഴിഞ്ഞാൽ ഈച്ച സൈഡ് ഒരു മിസാലും മാറ്റസാലും കൊതുക് സൈലും ഒന്നും കാണില്ല. മാത്രമല്ല പുൽത്തല്യത്തിന് ഉപയോഗം നമുക്ക് ഉണക്കു ചതവോ മുട്ടുവാനേക്കും ഡയറക്റ്റാ തേക്കാം. പക്ഷെ കണ്ണിൽ അവർക്ക് വീട്ടിൽ കൊച്ചുങ്ങളിൽ കൊടുക്കാനും പാടില്ല. ചെറിയ കുട്ടികളെ പുതിയ ആടകളുണ്ടോ? തൈലും ഏറ്റവും ടോപ്പിലും പിന്നെ നടുക്ക് മട്ടിയും ഏറ്റവും ലാസ്റ്റ് വെള്ളം ഇത് ഈ വഴി കൂടി ഇങ്ങനെ ചാടിപ്പോകും, പുറത്തേക്ക് ചാടിപ്പോകും. അപ്പൊ തൈലം ഏറ്റവും മുകളിൽ തൈലും മേടി തന്നെ കിടക്കും. ഓക്കെ. നമ്മൾ ഇപ്പോൾ ജസ്റ്റ് ഒരു ലോക്കൽ കറക്കത്തിന് പോവാണ്. ചെറിയൊരു ഓഫ് റോഡ് റൈഡാണ്. അപ്പോൾ ഈ ജീപ്പിലാണ് നമ്മുടെ പോക്ക്. വേറെ 2-3 ജീപ്പുകൾ ഇവിടുന്ന് ഇപ്പോൾ ഓഫ് റോഡ് റൈഡിന് പോകുന്നുണ്ട്. പക്ഷെ അത് വേറെ ഗ്രൂപ്പാണ്. അപ്പം നമ്മൾ ഓഫ് റോഡ് റൈഡ് തുടങ്ങി ലോക്കലായിട്ട് മാത്രമേ പോകുന്നുള്ളൂ. കണ്ണനാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഈ കാന്തല്ലൂർ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാനുള്ളത് എന്താ ഉള്ളത്? പിന്നെ കൃഷിയാ ഉള്ളത് അല്ലേ? അത് പക്ഷേ नहीं है डाल दो क्या? ഇവിടെ ഒരു ഫാസ്റ്റ് ഫുഡ് ഷോപ്പുണ്ട്. ചെറിയതായിട്ട് സ്നാക്സും ചായ കാപ്പിയൊക്കെ കിട്ടുന്നൊരു സ്ഥലം വേറെയുമുണ്ട് എന്ന് തോന്നുന്നു. പിന്നെ വാട്ടർഫോൾസും അവിടെ ആളുകൾക്ക് ഇറങ്ങി കുളിക്കാനൊക്കെയുള്ള സ്ഥലമുണ്ട്. ചെറിയൊരു വെള്ളച്ചാട്ടമാണ്, എന്നാൽ കാണാൻ കൊള്ളാം. വെളുത്തുള്ളി പറിക്കുന്ന കാഴ്ചയാണ് കണ്ടോ. ഇത് പച്ചയായത്, ഇത് ഉണങ്ങുമല്ലേ എന്നിട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കൊണ്ടുപോയാൽ നമുക്ക് പ്രയോജനമില്ല. നമുക്ക് ഇത് പച്ചയാ. അല്ല നമ്മൾ എന്നിട്ട് ഈ പരുവത്തിൽ നമുക്ക് കറി വെക്കാനും പറ്റില്ല. വെക്കാം. പിന്നെ ക്വാളിറ്റി വ്യത്യാസം വേറെ.
അപ്പോൾ 3 മാസം 6 മാസം പല സമയത്ത് ഈ ചുമന്നിരിക്കുന്ന നടുന്ന കേട്ടോ. നിനക്കെട്ടോ പണിയല്ലേ, ഒന്നും ചെയ്യാൻ പറ്റില്ല. സോറി, ചുവന്നുള്ളിയാണ്, കുഞ്ഞുള്ളി. ഇത് ബീൻസ് ആണ്. പാടി കഴിഞ്ഞാണ് ഇത് കട്ട് ചെയ്യാൻ എളുപ്പം, അല്ലെങ്കിൽ പച്ചയായിരിക്കും പാടാ. ഇതാണ് ഹണി റോക്ക്. ആ പാറയിൽ നിറച്ച് തേനീച്ച കൂട് വെച്ചിട്ടുണ്ട്. ഇതാണ് ഹണി റോക്ക് എൻട്രി. ഇവിടെ തേൻ വയ്ക്കുന്ന ഒരു ചെറിയ കടയുണ്ട്. അടുത്ത് നമ്മളൊരു സ്ട്രോബെറി ഫാമിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആ ഫാമിനകത്തോട്ടൊന്ന് കയറി അതൊന്ന് കാണാം. സ്ട്രോബെറിയുടെ സീസൺ കഴിയാറായി, അതുകൊണ്ട് ഒത്തിരിയൊന്നും ഉണ്ടാവില്ല എന്നവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സ്ട്രോബെറി ഫാമിൽ നിന്ന് നമ്മൾ പടയെന്ന് ഇറങ്ങി. നമ്മൾ മേടിക്കണമെന്ന് വെച്ചാൽ സ്ട്രോബെറി ഇല്ല, ബാക്കിയുള്ള ജ്യൂസും ജാമും എന്തൊക്കെയുണ്ട്, അത് നമ്മൾ മേടിക്കുന്നില്ല എന്ന് തീരുമാനിച്ച് നമ്മൾ പോന്നു. ആഹാ, നമ്മൾ പുൽത്തൈലം അതിൻ്റെ മഡ് ഹൗസിൽ വന്നിരിക്കുകയാണ്. ഇതെന്ത് പുല്ല ഇത്? കാട്ടുപോതപ്പുല്ല. എന്താ പേര്? ദാമോദരനും നാഗരാജ്. ഇതിൽ ആദ്യം തീയിട്ടിട്ട് പിന്നെ വെള്ളം ഒഴിക്കും, വെള്ളം വെച്ചിട്ട് അത് തിളപ്പിക്കാം. തിളപ്പിക്കാൻ പറ്റും. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ പുല്ലെടുത്ത് വാരി മൊത്തം ഇത് ബില്ലയും. പുല്ല് എവിടെ ഇടും? ഇതിനകത്തിടും? ഇതിനകത്ത് ഇതിനകത്തിട്ടു. ഓക്കെ. അപ്പോൾ വെള്ളം എവിടെയാണ് ഒഴിക്കുന്നത്? ഇതിനകത്ത് തന്നെ വെള്ളം ഒഴിച്ച് അതിനകത്ത് പുല്ല് ഇടും. പുല്ലിടും. മറ്റേ ഇത് പിന്നെ കഴിഞ്ഞാൽ ഇത് വെച്ച് ശരിക്കും ഇത് മൂടി വെക്കണം. ഇത് ആവി പുറത്തൊക്കെ പോകാത്ത രീതിയിൽ അടച്ചു വയ്ക്കും. മറ്റേ ചാന്തൊക്കെ കുടിച്ച് എന്നിട്ട് ഈ പൈപ്പിലൂടെ ഈ റിങ്ങിലൂടെ തിരിച്ചിട്ട് താഴെ പോകും. ഇവിടെ വെള്ളം വേണം, എനി ടൈം വെള്ളം വേണം, എപ്പോഴും വെള്ളം വേണം. ഇതിനകത്ത് ഇവിടെയാണ് വരുന്നത്. ഓക്കെ. ഇത് ഈ വെള്ളത്തിനകത്ത് ഈ ഓവിൽ കൂടെ വെള്ളത്തിൽ കൂടെ തണുക്കും അതല്ലേ? ഇവിടെ തണുത്ത് വരും. ഓക്കെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ തൈലും ഏറ്റവും ടോപ്പിലും പിന്നെ നടുക്ക് മട്ടിയും ഏറ്റവും ലാസ്റ്റ് വെള്ളവും. വെള്ളം ഇത് ഈ വഴി കൂടി ഇങ്ങനെ ചാടി പോകും, പുറത്തേക്ക് ചാടി പോകും. അപ്പോൾ തൈലം ഏറ്റവും മുകളിൽ, തൈലം മേടി തന്നെ കിടക്കും. ഓക്കെ. പിന്നെ അങ്ങനെ പതിയെ പതിയെ കോരിയെടുക്കും. അങ്ങനെ 250 മില്ലിയൊക്കെ കിട്ടും. 250 മില്ലി. ഇതിപ്പോൾ ഈ പുൽത്തൈലത്തിന് ഇതിനെന്താ വില? 50 ml. ഇത് 50 ml. 50 ml എന്നാ വില? അത് 130. 130. ഇത് യൂക്കാലിപ്സ്, ഇത് പുൽത്തൈലം. എനിക്ക് പുൽത്തൈലം മതി. ഇതെന്താ ഇത് തേന? ഇതുപോലെ പക്കറ്റിൽ നമ്മൾ ഒരു 4 ലിറ്റർ ഉള്ളിടത്ത് ഒരു 2 തുള്ളി ഒഴിക്കണം. അതുകൊണ്ട് നല്ലവണ്ണം മിസ്സാക്കിയതിന് ശേഷം നമ്മൾ വീടൊക്കെ പുറത്തേക്ക് തുടച്ചു കഴിഞ്ഞാൽ ഈച്ചസായി ഉറുമസാലും മാറ്റസാലും കൊതുസാലും ഒന്നും കാണില്ല. മാത്രമല്ല പുൽത്തല്ലത്തിന് ഉപയോഗം നമുക്ക് ഉടുക്കു ചതവോ മുട്ടുവാനേക്കും ഡയറക്റ്റായി തേക്കാം. പക്ഷെ കണ്ണിൽ അവർക്ക് വീട്ടിൽ കൊച്ചുങ്ങളിൽ കൊടുക്കാനും പാടില്ല. ചെറിയ കുട്ടികളെ കൊടുക്കുമ്പോൾ അത്രയും പാടുള്ള സാധനമാണത്. ശരി. എത്രത്തോളം പുള്ളിയായിട്ട് 2.5 മണിക്കൂർ തീരോട് വർക്ക് ചെയ്താലും ഒരു 700 മില്ലി ഞങ്ങൾക്ക് കിട്ടുള്ളൂ. എങ്ങനെയുണ്ട്?
ഇതൊരു ട്രീ ഹൗസാണ്. അവിടെ ആളുകൾ ഇഷ്ടംപോലെ കയറി നിൽപ്പുണ്ട്. ഒരു സമയത്ത് 7 പേർക്ക് അതിനകത്ത് കയറാൻ പറ്റുള്ളൂ. കയറിയവർ ഇറങ്ങി വരുന്നില്ല. അത് കാരണം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. താഴെയുള്ളവർ വേറെ ഒത്തിരി പേര് ക്യൂവിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഭ്രമരം വ്യൂ പോയിന്റിലേക്ക് വന്നിട്ട് അവിടെ മേളിൽ ട്രീ ഹട്ട് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അതിൻ്റെ മേളിലേക്ക് നടക്കുകയാണ്. മറ്റൊരു ചെറിയ വ്യൂ പോയിന്റ് അവിടെ ഉണ്ട്. അതാണ് ദൂരെ കാണുന്നത്. നല്ല കാറ്റാണ്. മേളിൽ വരുമ്പോൾ തല മുട്ടും. അപ്പോൾ ഭ്രമരം വ്യൂ പോയിന്റും കണ്ടിട്ട് നമ്മൾ നമ്മുടെ ജീപ്പിലേക്ക് മടങ്ങി നടക്കുകയാണ്. ഇനി വേറെ സ്ഥലങ്ങളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഉണ്ടെങ്കിൽ കാണാം, അല്ലെങ്കിൽ തിരിച്ച് റൂമിൽ പോവാം. എനിക്ക് തോന്നുന്നു നമ്മൾ കറങ്ങാനുള്ള ഏരിയകളെല്ലാം കറങ്ങി തോന്നുന്നു. കുതിര സവാരി ഉണ്ട്. ഒരു കുതിരയ്ക്ക് ഒരു റൈഡിന് 100 രൂപ. ഭ്രമരം ടീ സ്റ്റാൾ ആൻഡ് സ്പൈസസ്. ചായ, കോഫി, സ്നാക്സ്, മിനി ടിഫിൻ, സ്പൈസസ് എല്ലാം ഉണ്ട് ഇവിടെ. ഫസ്റ്റ് ലിറ്റർ ഒറ്റ കയറ്റമാണ്. കോൺക്രീറ്റ് ചെയ്ത റോഡാണ്. പക്ഷെ മുകളിൽ നിന്ന് വണ്ടി ഇറങ്ങി വന്നാൽ ആ വണ്ടികൾ മാറ്റി നിർത്തിയിട്ട് കൊടുക്കണം. അതാണ് അവിടെ സൈഡിൽ വണ്ടികൾ നിർത്തിയിട്ടിട്ടുണ്ട്. നമ്മുടെ പുറയിൽ വേറൊരു വണ്ടിയും ബ്ലോക്കായിട്ട് കിടപ്പുണ്ട്. ആ ഫ്രണ്ടിൽ കിടക്കുന്ന വണ്ടി ഒതുക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഇവിടെ താഴെ പോയി. എവിടെയാ നമ്മൾ താഴെ പോയത്? ഒരു ഫ്രൂട്ട് ഫാമിലോട്ട് വന്നിരിക്കുകയാണ്. തോപ്പൻസ് ഓർക്കാഡ് ആൻഡ് ഫാം സ്റ്റേ. ഇവിടെ എന്താ ഉള്ളതെന്ന് നോക്കാം. ആൾക്കാരൊക്കെ കണ്ടിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. ഇവിടെ എൻട്രൻസ് ഫീസ് ഉണ്ട്. ഇതെല്ലാം സ്ട്രോബെറിയാ? ഓക്കെ. നമുക്ക് സ്ട്രോബെറി കിട്ടുമോ? മേടിക്കാനുണ്ടോ? ഇല്ല, സമയം കഴിഞ്ഞു പോയി. സീസൺ കഴിഞ്ഞ് കിട്ടില്ല. ലാവൻഡർ. ഇത് ലില്ലി അല്ലേ? താഴെ ലില്ലി ലാവൻഡർ.
ഇതന്നെ ഇത് രാഗം ട്രൈയ. ഓ ഡ്രാഗൺ ട്രൈ. ഓക്കെ ഡ്രാഗൺ ട്രീ. കാണില്ലെന്ന് പറയുക. ദേവതാരം കുത്താനുള്ള ഇത് ക്രിസ്മസ് പൂവായിട്ട് ഇത് റോയിച്ചിട്ട് ഇലയ പൂവ ഇതാ റോയിച്ചിട്ട് ഇവിടെ ഉള്ള പൂവ. ഇത് ആസ്റ്റിനില്ല. ഇതോ അതിന് റോയിച്ചിട്ട് ഇലയ പൂവാകുക. ഇത് കസ്റ്റാർഡ് ആപ്പിൾ, ചീത്തപ്പഴം, ആത്തച്ചക്ക, സീതപ്പഴം, ആത്തച്ചക്ക. മിച്ചിക്കും ചീത്ത 1 കിലോ 1.5 കിലോ. ഇത് ഒന്ന് മുസാമ്പി, അപ്പുറത്തുള്ളത് ഓറഞ്ച്, ഇത് മുന്തിരി പേരിക്ക. ഓ ഇത് ദേവദാരുവിന്റെ കായാണ് ഇതല്ലേ? അതെ ദേവദാരു. ആ ദേവദാരുവിന്റെ കായ ഉണ്ടോ?